ഇപ്പം രണ്ടുപേരുടെ ഞാൻ എന്താ പറയുക കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഇവരിൽ എനിക്ക് എപ്പോഴും തോന്നിയത് രണ്ടുപേർക്കും വേണ്ടി ക്വസ്റ്റ്യൻ എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ടുപേരോട് കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നിയില്ലേ? ഇപ്പം സി യു സൂൺ പോലത്തെ എക്സ്പീരിയൻസ് സിനിമകൾ, ഹൃദയം പോലെ, കപ്പേള പോലത്തെ കൊമേഴ്ഷ്യൽ സിനിമകൾ, ഒപ്പം ചില അല്ലാത്ത പരീക്ഷണങ്ങൾ ചിത്രങ്ങളും, ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാറ്റം കരിയറിൽ ഉണ്ടാകുന്ന പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ രണ്ടുപേരോടും കൂടെ ചോദിക്കുകയാണ്, അത് നമ്മൾ മനഃപൂർവ്വം അതായത് ഇത് കഴിഞ്ഞിത് അങ്ങനെ ചെയ്യുന്നതാണോ അതോ സ്വാഭാവികമായി വന്നു ചേരുന്നതാണോ? അങ്ങനെ ഇങ്ങനത്തെ പടങ്ങൾ മാത്രം ചെയ്യും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല. എനിക്ക് വെരി പ്യുവർലി സിനിമയിലേക്ക് എനിക്ക് ആ ഒരു ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് പ്ലേ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടോ, അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എന്ത് രൂപത്തിൽ ഇതൊക്കെ ഇപ്പോൾ പലതും ഇത് എന്താണ് ആവാൻ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. ലൈക്ക് സി യു സൂൺ പോലും ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആയതുകൊണ്ട് ഇതൊരു കമേഴ്ഷ്യൽ പടമായിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് എത്തി. പക്ഷേ നമ്മൾ തുടങ്ങിയ സമയത്ത് അത് നമുക്കിത് എന്ത് ടൈപ്പ് പടം ആവുമെന്ന് അറിയില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഇത് പോസ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മളത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും എനിക്കത് കാറ്റഗറൈസ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ബിക്കോസ് എനിക്ക് ചെയ്യാൻ ആസ് എൻ ആക്ടർ ഇറ്റ്സ് വെരി വെരി എക്സൈറ്റിംഗ്. അതിൽ ആലോചിക്കേണ്ട ആവശ്യം കൂടി ഇല്ല. അവിടെ ഇമ്മീഡിയറ്റ്ലി സേ യെസ്, ജമ്പ് ഇൻ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ എല്ലാ പടവും ഞാൻ ചെയ്തിട്ടുള്ളതും. അങ്ങനെ ഒരു പ്ലാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ പടങ്ങൾ ചെയ്താൽ പിന്നെ ഇങ്ങനത്തെ ഒരു ലൈക്ക് ഓഫ് ബീറ്റ് ഒരു പടം ചെയ്യരുത്, അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല. ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്യുക, സ്റ്റോറി ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക്. ഞാൻ കുറേയൊക്കെ പ്ലാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പണ്ട്, എല്ലാം ചീറ്റിപ്പോയി. ഇത് കഴിഞ്ഞതെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇത് കൊമേഴ്ഷ്യൽ, അത് കുറച്ച് ഓഫ് ബീറ്റ്, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ചീറ്റിപ്പോയി. നമ്മുടെ പ്ലാനുകൾ വർക്കൗട്ട് ആവുന്ന ഒരു പരിപാടിയല്ല സിനിമ. നമ്മുടെ സെൽഫിഷ് പ്ലാനുകൾ. നമ്മളൊരു സാധനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ അതിനുള്ള റിസൾട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ കപ്പേള ഞങ്ങളെല്ലാവരും ഭയങ്കര ജെനുവിൻലി നല്ലോണം ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. കപ്പേള റിലീസായിട്ട് അതിന് നല്ല അഭിപ്രായങ്ങൾ കിട്ടി തുടങ്ങി 4ാമത്തെ ദിവസമാണ് ലോക്ക്ഡൗൺ തുടങ്ങുന്നത്. അപ്പോൾ മുസ്തഫയുടെയും ഫസ്റ്റ് ഡയറക്ടോറിയലാണ്, ആ പ്രൊഡ്യൂസറുടെ ഫസ്റ്റ് പടമാണ് യുനോ. അപ്പോൾ നമുക്ക് ഭയങ്കര വലിയ ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു അത്. പക്ഷേ പിന്നീട് ഈ സാധനം നെറ്റ്ഫ്ലിക്സിൽ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ തിയേറ്റർ റെസ്പോൺസിൽ കിട്ടുന്നതിലും കൂടുതൽ സ്നേഹം ആ സിനിമയ്ക്ക് വന്നു തുടങ്ങി. എല്ലാവരും ഒരേ സമയത്ത് തന്നെ, എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, എല്ലാവരും ഒരേ സമയത്ത് തന്നെ ആ പടം കാണുന്നതും ഒക്കെ. അപ്പം നമ്മുടെ പ്ലാൻ പോലൊന്നും ഇപ്പോൾ സി യൂസ് ഉണ്ടായിരുന്നു ദർശന പറഞ്ഞല്ലോ, അതിനൊന്നും ഇതിൻ്റെ എൻ പ്രോഡക്റ്റ് എന്താണെന്ന് പോലും നമുക്കറിയില്ല. മഹേഷേട്ടൻ ഒരു പരിപാടിക്ക് വിളിച്ചു, ഫഹദും ഒക്കെ ഉണ്ട്, നമ്മൾ ചെയ്യുന്നു, സന്തോഷത്തോടെ ചെയ്യുന്നു. ഒരു പണിയില്ലാതിരിക്കുമെന്ന് വിചാരിച്ചൊരു വർഷം ഈ സാധനം ചെയ്യാൻ പറ്റുന്നു. ബാക്കിയൊക്കെ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളും അതിൻ്റേതായിട്ടുള്ള ലൈഫും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് അങ്ങനെ പോകും. ഇങ്ങനെ അല്ലെങ്കിൽ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രഗിൾ എങ്ങനെയാണ്? ഓരോരുത്തർക്കും ഓരോന്നാണത്. അത് ഐ ഫീൽ ലൈക്ക് ഇപ്പോൾ പണ്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരിലും ഐ മീൻ അവർ ഇപ്പോൾ കനിയൊക്കെ ഇൻഡസ്ട്രീനെ അന്ന് തൊട്ട് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കുറേ കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഒരു ഇൻഡസ്ട്രി പോലെയല്ല ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓൾസോ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വെദർ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് അഭിനയം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് തന്നെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഡിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈസിയാണെന്നല്ല ഞാൻ പറയുന്നത്, നോട്ട് അറ്റ് ഓൾ, വെരി വെരി ഡിഫിക്കൾട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഐ സ്റ്റിൽ ഫീൽ ദാറ്റ് ദർ ഇസ് പോസിബിലിറ്റീസ് ആർ ദെയർ. ആൻഡ് അത് നമ്മളായിട്ട് എങ്ങനെ ആസ് എൻ ആക്ടർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആൻഡ് ആസ് ആൻഡ് വെൻ യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി അത് വർക്ക് പുട്ട് ഔട്ട് ചെയ്യുക എന്തെങ്കിലും രീതിയിൽ. അല്ലെങ്കിൽ നാടകം, ഇതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ യു ആർ കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ്. അപ്പോൾ ആ ഒരു വർക്ക് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സിനിമയിൽ അഭിനയിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊരു ആക്ടറാണ്, ഇഫ് യു ആർ എൻ ആക്ടർ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക, അത് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്ഹാർട്ടൻ ആവുന്ന ഒരു വേൾഡാണല്ലോ ഇത്. എപ്പോഴും റിജക്ഷൻസ് ആണ്, എപ്പോഴും അത് നമ്മൾ മോശമായത് കൊണ്ടാവണം എന്നില്ല. നമ്മൾ പല പല കാര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഫിറ്റ് ആവുന്ന ഒരു ബോഡി ടൈപ്പ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ എഴുതി വെച്ച ക്യാരക്ടറിന് ഈ ഒരു മീറ്റർ ഓഫ് സംസാരമല്ല വേണ്ട, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം വരും, അപ്പോൾ അത് ചാടി കയറി പിടിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെ സിനിമകൾ, അല്ലെങ്കിൽ ഹിന്ദി, തമിഴ്, മലയാളം കടന്ന് മറ്റു ഭാഷകളിലേക്ക്. അപ്പം ചിലർ പറയും ഭയങ്കര ഒരു ട്രീറ്റാണ്, അവിടെ ചെല്ലും ഭയങ്കരമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുമെന്ന് പറയും. ചിലർ പറയും അത്ര കംഫർട്ടബിൾ അല്ല. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ആലിയ ഭട്ടിൻ്റെ പ്രൊഡക്ഷനിലൊക്കെ അഭിനയിച്ച റോഷൻ? ഓക്കെ, ഞാൻ പാരഡൈസിൻ്റെ ഇല്ല, അത് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഓരോ പടം അനുസരിച്ചാണ് എക്സ്പീരിയൻസസ്. ഒരു പടം ഇപ്പോൾ ഹിന്ദിയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഇതുവരെ 4 പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. 4 എനിക്ക് 4 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ
അപ്പോൾ ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. ഒരേ പ്രൊഡക്ഷൻ ഹൗസായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ എല്ലാ പടങ്ങളും ഇതുപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഭാഗ്യത്തിൽ ഹിന്ദിയിലോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാം ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സെറ്റിലെ മൂഡും. പിന്നെ അത് ഓരോ സിനിമയും വേറെ വേറെയാണ്. അങ്ങനെ എനിക്കും പുതിയ സ്പേസസ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അറിയാത്തൊരു വേൾഡ് നമ്മൾ കുറച്ചും കൂടെ ഫെമിലിയറൈസ് ചെയ്ത് സ്ലോലി യു ഫീൽ അറ്റ് ഹോം ദെയർ ഓൾസോ എന്നുള്ള ആ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. വേറെ വേറെ സ്പേസസിൽ പോകുമ്പോൾ വേറെ വേറെ നമ്മുടെ ആക്ടിങ്ങും ചെറുതായിട്ട് ട്വീക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എന്നിലെ ആക്ടറിനെ അത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഓരോ സ്പേസിൽ പോകുമ്പോൾ വേറെ ഒരു വേൾഡിലേക്ക് നമ്മൾ ഫിറ്റ് ഇൻ ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. പുതിയൊരു സ്ഥലത്ത് പോയിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ആസ് ആക്ടേഴ്സ് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് യൂസ്ഡ് ആവും. എവിടെ കൊണ്ടിട്ടാലും സർവൈവ് ചെയ്യും എന്നുള്ള രീതിയിൽ. നമ്മൾ എത്ര ലക്ഷറി ഒക്കെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരാണെങ്കിലും വീട്ടിൽ ഒരു പടം ഷൂട്ട് ചെയ്യാൻ പോകുന്ന ലൊക്കേഷനിൽ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ല, അവിടെ നിന്ന് ഷൂട്ട് ചെയ്തേ പറ്റും.